ഇങ്ങോട്ടാണ് പി കെ മാമന്റെ വീട്. ബാരി. നമ്മളിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ബാരി. നമ്മൾ ഇന്ന് അങ്ങനെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. പി കെ, നമ്മുടെ സ്വന്തം പി കെയുടെ വീട്ടിലേക്കുള്ള യാത്ര ടു ബാരി. ഇന്ന് നല്ല നൈസ് വെതറാണ് ഗൈസ്. വലിയ വെയിലും ഇല്ല. അത് തന്നെ, വെയിലും ഇല്ല, ചൂടില്ല, തണുപ്പില്ല, കാറ്റില്ല, മഴയില്ല. എങ്ങനെയാണ് ഗൈസ് ഞാൻ എന്റെ വ്ളോഗ് കൊണ്ടോ ഉദ്ദേശിക്കുന്നത്? ഗൈസ് ഇന്ന് എന്നെ അവിടെ വലിച്ചു കീറാനും കൊല്ലാനും വേണ്ടി കുറെ ചെന്നായ്ക്കൾ പോലെ ചെന്നായ്ക്കളുടെ ആട്ടക്കാട്ടല്ലോ ചെന്നായുമായി ആട്ടത്തോലിട്ട ചെന്നായ്ക്കളായി കുറെ മനുഷ്യരില്ല. അതിൽ ഒരു മെയിൻ മനുഷ്യനുണ്ട്. ദാറ്റ് ഈസ് കോൾഡ് പി കെ. പി കെ എന്നെ വലിച്ചു കയറും. അതുകൊണ്ട് ഈ വ്ളോഗും കൊണ്ട് തന്നെ ഞാൻ അങ്ങോട്ട് പോകും. നിങ്ങൾ എല്ലാവരും ഞാൻ കാണിച്ചു തരും. യാത്രയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുഖ്യമായിട്ടുള്ളൊരു കാര്യമാണ് ടിം എടുക്കാൻ. യാത്ര അല്ലെങ്കിലും ടിം എടുക്കണം. പക്ഷെ ഇത് ടിം എടുത്താലേ അത് അങ്ങറ്റം വരെ പോവുള്ളൂ. അങ്ങനെ ഞങ്ങൾ ഫ്രഞ്ച് വാനിലാണോ ഒന്ന്? യെസ്, ഫ്രഞ്ച് വാനില. അങ്ങനെ ഫ്രഞ്ച് വാനിൽ എടുക്കാൻ വന്നതാണ്. റോഡിലേക്കാളും ട്രാഫിക് ഇതിനകത്തുണ്ട്. മൂവ് ചെയ്യുന്നുണ്ട്. പക്ഷെ എക്സ്ട്രാ ലാർജ്. One extra large French vanilla. Yeah. Okay. 375. Okay. There you go. Thank you. Have a good day. അങ്ങനെ നമ്മുടെ എക്സ്ട്രാ ലാർജ് ഫ്രഞ്ച് വാനിൽ കിട്ടിയിരിക്കുന്നു. ടിം. അങ്ങനെ നമ്മൾ ഹൈവേയിലേക്ക് കയറി. Vamos a ver todo lo que hay. Disimular así el problema ആണ് ഗൈസ്. ചുമ്മാ വീട്ടുകാരെ വിളിച്ച് വീട്ടിൽ സംസാരിക്കുക. കുട്ടി സംസാരിച്ചോ? പേര് കൊള്ളാമോ? ഈ കണ്ണൊക്കെ എഴുതുന്നുണ്ടായിരുന്നു. ട്രാഫിക്കിലേക്ക് നമ്മൾ എത്തി. ട്രാഫിക് ഉണ്ട്. എത്ര സമയമുണ്ട് ട്രാഫിക്? നല്ല നീളത്തിൽ ട്രാഫിക് ഉണ്ട്. ട്രാഫിക്കാണ് ഗൈസ്. പക്ഷെ വളരെ ബ്യൂട്ടിഫുൾ ആയ ആകാശം. റൂട്ട് മാറ്റി പോവുകയാണ്. ഇവിടെ ഘട്ട ട്രാഫിക്. അമ്മേരെ ഹലോ ഗൈസ് ഇതിനകത്ത് വരും. നല്ല രസമാണ്. സ്കൈ ഈസ് വെരി ബ്യൂട്ടിഫുൾ. നല്ല രസമുണ്ടല്ലേ? പക്ഷെ നമ്മൾ ഈ സ്ഥലം വഴി, ഐ മീൻ ഈ റൂട്ട് വഴി നമ്മൾ ഇതുവരെയും പോയിട്ടില്ലല്ലോ ബാരിയില്. ആ, സൈലന്റ് ഏരിയ അല്ലേ? അങ്ങനെ പറഞ്ഞ പ്രശ്നമില്ലല്ലോ. നമുക്ക് റോഡ് ട്രിപ്പ് പോകുമ്പോഴും ഇതുപോലൊരു ക്ലൈമറ്റിൽ പോകാൻ പറ്റണം. ഈ മൊട്ടം വെയിലൊന്നും ഇറങ്ങി പോകാൻ പറ്റൂല. പിന്നെ തിരിച്ച് കരിഞ്ഞു വരേണ്ടി വരും. വനാന്തരങ്ങളിൽ കൂടെ ഒരു യാത്ര. പാടങ്ങൾ.
ഇല്ലടാ, ലോങ് ട്രിപ്പാ, കുറെ ദൂരം പോണം. 96 കിലോമീറ്റർ ഉണ്ട് ഇനി. ജസ്റ്റ് 96. ജസ്റ്റ് 96 കിലോമീറ്റർ. കണക്കത്ത് ഞാൻ ഓടിക്കണം. ഞാൻ വരെ കൊടുക്കും. ഇതൊക്കെ ട്രെയിലാണ്. By making the at the light, Glass turn right onto Dufferin Street, York Regional Road 56. സ്കൂളാണോ തോന്നുന്നു? In 600 meters, at the roundabout, take the second exit and stay on Lloydtown Aurora Road, York Regional Road 60. ഒരേ വഴി തന്നെ പോകണം. Exit the roundabout onto Lloydtown Aurora Road. Continue on York Regional Road 16 for 2 kilometers. ഗൈസ്, അങ്ങനെ ഞാനൊരു ചെറിയ റെസ്റ്റ് എടുത്തു, ഒരു ബ്രേക്ക് എടുത്തു. ഇപ്പോൾ ഉള്ള ആര്യ മിനി ശ്രീകണ്ഠനാണ് വണ്ടി ഓടിക്കുന്നത്. ഹൈവേ കയറി ഇനി ഏതാണ്ടൊരു 27 മിനിറ്റ് ഡ്രൈവ് ഉണ്ട്, 45 കിലോമീറ്റർ. ബാക്കി ദൂരം ഉള്ളതായിരിക്കും. സാൻഡി കാലം കൈമാറിയിരിക്കുന്നു. ബാക്കിൽ ഇതിലോ നോക്കൂ, ഹൈ പറ നെരിപ്പിലൂടെ. ഓക്കെ, അപ്പോൾ ഏതാണ്ട് അങ്ങ് എത്താറാകുമ്പോഴത്തേക്കും വരാം. മിനി ശ്രീകണ്ഠൻ പ്രോ ഡ്രൈവറാണ്. സ്പീഡൊക്കെ പറന്നാണ് പോകുന്നത്, രക്ഷയില്ല. ഇവർക്ക് ഞാൻ നാട്ടിൽ വണ്ടി കൊടുക്കാത്തത് കൊണ്ടാണ്. ഇവള് ഈ ഡ്രൈവിംഗ് ആണ് നാട്ടിൽ ഓടിക്കണത്. നാട്ടിൽ ഇത് ഓടിച്ചാൽ സൂപ്പർ ആയിരിക്കും. ഇവിടെ പക്ഷേ ഇവളെ ഈ ഡ്രൈവിംഗ് നോക്കിയാണ്. കാരണം ലൈൻ റൂളൊക്കെയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ബാക്കിയുള്ളവന്മാർക്ക് ഇത്തിരി നിയമങ്ങൾ അറിയാം, അവന്മാരും നോക്കിയുള്ളൂ. അങ്ങനെ കിലോമീറ്റേഴ്സ് ആൻഡ് കിലോമീറ്റേഴ്സ് കഴിഞ്ഞ് ഞങ്ങൾ ബാരി കയറി. ഗൈസ്, ദിലുവിന് വിശക്കുന്നുണ്ട്. അപ്പോൾ ജസ്റ്റ് ഒന്ന് മെക്ഡിയിലോട്ട് കയറി ഒരു ബർഗർ വാങ്ങിച്ചു കൊടുക്കാം അവൾക്ക്. നമ്മൾ എത്താറായി. ഇനി ഏതാണ്ട് ഒരു എന്താ പറയുക, ഒരു 10 മിനിറ്റ്സ് ഡ്രൈവ് കൂടെ ഉള്ളൂ വീട്ടിലോട്ട്. പക്ഷേ അതിന് മുന്നേ ജസ്റ്റ് കയറി ദിലുവിനൊരു ബർഗർ വാങ്ങിച്ചു കൊടുക്കാം. ട്രാഫിക്കിലാണ്. കോസ്കോ ഗ്യാസ് സ്റ്റേഷൻ. ഗൈസ്, അങ്ങനെ അവസാനം ലെഫ്റ്റ് ടേൺ എടുത്തു.
നമ്മൾ മെക്ഡിയിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. Exit the roundabout onto Live Gateway, മെക്ഡി then കണ്ടു, turn right. മെക്ഡി കിട്ടി. Turn right, then turn left. മെക്ഡി എത്തി ഗൈസ്. മെക്ഡി നമ്മൾ അങ്ങനെ മെക്ഡിന്ന് കഴിച്ചിട്ടിറങ്ങി. നമ്മൾ കഴിച്ചില്ല. യെസ്, ദിലു. കഴിച്ചു. നമ്മൾ ദിലുവിൻ്റെ കൂടെ കോംബോയിൽ കിട്ടിയ ഫ്രഞ്ച് ഫ്രൈസ് കുറച്ച്. ഫ്രഞ്ച് ഫ്രൈസും കോക്കും. ബൈ ബൈ മെക്ഡി. ആ ഫൈബർ ട്രക്ക് സ്പോട്ടഡ്. ട്രക്ക് പോണേ. In 800 meters, take one straight west toward Alice. നമ്മൾ എത്താറായിരിക്കുന്നു ഗൈസ്. ഇനിയൊരു 400 മീറ്റർ. In 300 ഇതാണല്ലോ meters, ബാരി. destination will be on the left. ഓക്കെ, ഡെസ്റ്റിനേഷൻ വിൽ ബി ഓൺ ദ ലെഫ്റ്റ്. ചെരിഞ്ഞു പോട്ടെ, റോഡ് ചെരിഞ്ഞു പോട്ടെ. ഓൾവേസ് ചവിട്ടി. വണ്ടി കുറട്ടി 3:30. ട്രക്ക് കിടക്കാൻ ഇപ്പുറത്ത്. Your destination is on the left. ഞാൻ പോയാ. യെസ്, ഇവിടെ ആരും ഇല്ല ഗൈസ്. എല്ലാവരും എവിടെ പോയിരിക്കുന്നു? എല്ലാവരും എവിടെ പോയി? നമ്മൾ മാത്രം. വിളിക്ക്. യെസ്, ഞങ്ങൾ അങ്ങനെ അവിടെ ചെല്ലുമ്പോൾ എന്താ ജെൻസ് ആരും അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കൂടെയുള്ള വിജൻ ബ്രോയിൻ്റെ വീട് ഷിഫ്റ്റിംഗ് ആയിരുന്നു. അപ്പോൾ അവരെല്ലാവരും ഹെൽപ്പ് ചെയ്യാനായിട്ട് പോയേക്കുമായിരുന്നു. ഇച്ചിരി ടൈം കഴിഞ്ഞപ്പോൾ അവരെല്ലാവരും എത്തി. പക്ഷെ ഞാൻ പ്രതീക്ഷിച്ച മാതിരി എന്നെ ആരും ഒന്നും കൊന്നില്ല. എനിവേ, ഭയങ്കരമായിട്ട് എൻജോയ് ചെയ്തൊരു ദിവസമായിരുന്നു. ഒരുപാട് മൊമെൻറ്റ്സ് കിട്ടി. എന്താ പറയുക, നമ്മുടെ ക്യാമറയിൽ പതിഞ്ഞ മാതിരി തന്നെ എപ്പോഴത്തേക്കും വേണ്ടി മനസ്സിൽ പതിഞ്ഞ ഒരുപാട് മൊമെൻറ്റ്സ് ഉണ്ടായി. ശരിക്കും അന്നത്തെ ദിവസം പോയില്ലായിരുന്നെങ്കിൽ അങ്ങോട്ട് മിസ്സായേനെ. പിന്നെ അങ്ങോട്ട് കംപ്ലീറ്റ് ആഘോഷം. ആഘോഷം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു 1.5 ആഘോഷമായിരുന്നു അന്ന്. അടിക്കുന്നു, കുടിക്കുന്നു, എന്തൊക്കെയായിരുന്നു. ഫുൾ വൈബ് മോഡ്. വീഡിയോ അടുത്ത യൂട്യൂബിൽ. Walking down the streets, feeling the breeze. In the sunshine state where dreams come with ease. Palm trees swaying with the ocean in view. This is the place where I always feel brand new. Sipping on a smoothie, chilling by the shore. Got my shades on, feeling like I can't be ignored. Sun-kissed skin, feeling so alive in the soft rap game. I strive to thrive. Waves crashing on the sand as I ride the vibe. Soft rap flowing, let the rhythm collide. I'm the king of this groove with the catchy hook. Got the ladies moving and the fellas shook. ഈ ആട്ടവും പാട്ടൊക്കെ കഴിഞ്ഞപ്പോഴത്തേക്ക് സ്വാഭാവികമായിട്ടും എല്ലാവരും തളർന്നു. പിന്നെ നേരെ അടുത്ത ലക്ഷ്യം എന്ന് പറയുന്നത് ഫുഡ് കഴിക്കുക എന്നതായിരുന്നു.
ഫുഡ് ഒരു രക്ഷയില്ലായിരുന്നു. അടിപൊളി ചിക്കൻ ബിരിയാണിയും ചിക്കൻ ഫ്രൈയും ഒക്കെ ആയിട്ട് സൂപ്പറായിട്ട് എല്ലാവരും കഴിച്ചു. പിന്നെ ഇത് കഴിച്ചിട്ട് വേറെ പരിപാടികളൊക്കെ ഉണ്ടായിരുന്നു. അതെല്ലാം ഈ ഫുഡടി കഴിഞ്ഞിട്ട് വീണ്ടും ഇതിൻ്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പം നമുക്ക് ഫുഡ് കഴിച്ചിട്ട് വരാം. ശരിയാവില്ല, നമുക്ക് ഇറങ്ങാം.